വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് ഷാസ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് പറഞ്ഞു. ഈ അഞ്ചുതെങ്ങ് കോട്ടയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മറ്റൊരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് നടന്നിട്ടുള്ളത് 1721 ഏപ്രിൽ 15-നാണ്. എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് നടക്കുന്ന സമയത്തെ വേണാട് ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മയാണ്. അതുപോലെ അഞ്ചുതെങ്ങ് കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി രവിവർമ്മയായിരുന്നു കേട്ടോ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് നോക്കാം. നമ്മുടെ അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ വേണ്ടി അനുവാദം നൽകിയിരുന്നത് ആരായിരുന്നു? ആറ്റിങ്ങൽ റാണിയായിരുന്നു അല്ലേ. ഇത് ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ വേണ്ടി അനുവാദം നൽകിയപ്പോൾ അതിന് പ്രതിഫലമായിട്ട് വർഷാവർഷം ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് ഒരു സമ്മാനം നൽകുമായിരുന്നു. ഇത് അവിടുത്തെ ഭരണപ്രമാണിമാരെ അസ്വസ്ഥരാക്കി. അവിടുത്തെ ഭരണപ്രമാണിമാരായിരുന്നു ഇട്ടിവീട്ടിൽ പിള്ളമാർ. അവരിത് വളരെയധികം അസ്വസ്ഥരാക്കി. വേണാട്ടിലെ ഭരണകാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ ഇട്ടിവീട്ടിൽ പിള്ളമാരായിരുന്നു, അതായത് അവിടുത്തെ ഭരണപ്രമാണിമാരായിരുന്നു. അങ്ങനെ ഇത് ഇഷ്ടപ്പെടാതെ ഇട്ടിവീട്ടിൽ പിള്ളമാർ ബ്രിട്ടീഷുകാർക്ക് നേരെ ഒരു വ്യവസ്ഥ വെക്കുകയാണ്. എന്താണ് വ്യവസ്ഥ? ഇങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം നൽകുന്നത് തങ്ങൾ മുഖേനയായിരിക്കണം. കാരണം ഈ വേണാട്ടിൽ എല്ലാ ഭരണകാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇവരാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു സമ്മാനം ആറ്റിങ്ങൽ റാണിക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ മുഖേനയായിരിക്കണം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം നൽകേണ്ടതെന്ന ഒരു വ്യവസ്ഥ വെച്ചു. എന്നാൽ ഈ വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ചെവി കൊണ്ടില്ല. ഇതാണ് ആറ്റിങ്ങൽ കലാപത്തിന് വഴിയൊരുക്കുന്നത്. ഈ സമയത്തെ അഞ്ചുതെങ്ങ് കോട്ട മേധാവിയായിരുന്നു ഗിഫോർഡ്. ഗിഫോർഡും 140ഓളം വരുന്ന ഇംഗ്ലീഷുകാരും ചേർന്ന് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം കൊണ്ടുപോകുമായിരുന്നു. ഈ സമ്മാനം കൊണ്ടുപോകുന്ന സമയത്ത് ഇട്ടിവീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അതിൽ പ്രധാനിയായിരുന്നു കുടമൻ പിള്ള. കുടമൻ പിള്ളയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ ശവശരീരം വലിച്ചെറിഞ്ഞത് മാമനപുരം എന്ന പുഴയിലാണ്. മാമനപുരം പുഴ ഇന്നറിയപ്പെടുന്നത് കൊല്ലംപുഴ എന്നാണ് കേട്ടോ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അന്ന് ഈ കലാപം നടക്കുന്ന സമയത്ത് അഞ്ചുതെങ്ങ് കോട്ട മേധാവിയായിരുന്നു ഗിഫോർഡ്, അതിനുശേഷം മിഡ്ഫോർഡ്, അതിനുശേഷം അലക്സാണ്ടർ ഓം എന്നിങ്ങനെയാണ് ആയിട്ടുള്ളത്. ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തിയിട്ടുള്ളത് തലശ്ശേരിയിൽ നിന്നും വന്നിട്ടുള്ള സൈന്യമാണ്. ആരാണ് ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു സൈന്യം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി നടന്നിട്ടുള്ളത് 1723-ലാണ്. ഇതാരൊക്കെ തമ്മിലുള്ളതാണ്? അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും. ആ സമയത്തെ വേണാട്ടിലെ യുവരാജാവായ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള അലക്സാണ്ടർ ഓമും, അതായത് ആ സമയത്തെ അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവി. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ളത്. ഈ വേണാട് ഉടമ്പടിയോടെ ബ്രിട്ടീഷുകാർക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ തിരിയാൻ പാടില്ല എന്ന വ്യവസ്ഥ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേണാട് ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് സർവ്വ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയാം. നമ്മൾ ഈ ആറ്റിങ്ങൽ കലാപത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ആറ്റിങ്ങൽ കലാപം എന്നാണ് നടക്കുന്നത്? 1721 ഏപ്രിൽ 15 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആ സമയത്തെ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തിൽ ഗിഫോർഡിനെയും ഇംഗ്ലീഷുകാരെയും വധിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കുടമൻ പിള്ള. അതുപോലെ അവരുടെ ശവശരീരം വലിച്ചെറിഞ്ഞത് മാമനപുരം പുഴ, ഇന്നത്തെ കൊല്ലംപുഴ.
അഞ്ചുതെങ്ങ് കോട്ടയുടെ അന്നത്തെ മേധാവിയായിരുന്നു ഗിഫോർഡ്, പിന്നീട് മിഡ്ഫോർഡ്, അതുപോലെ അലക്സാണ്ടർ ഓം. വേണാട് ഉടമ്പടി നടന്നിട്ടുള്ളത് 1723. ആരൊക്കെ തമ്മിലായിരുന്നു? അലക്സാണ്ടർ ഓം, മാർത്താണ്ഡവർമ്മ.